വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാള് നാം ഇന്ന് ആഘോഷിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ആധ്യാത്മികതയും ആ അമ്മയുടെ ജീവിത മാതൃകയും തിരുസഭയ്ക്ക് മുഴുവനും വലിയ പ്രകാശം പരത്തുകയും പുതിയ ദിശാബോധം നൽകുകയും ചെയ്യുന്നതാണ്. പഴയ നിയമത്തിൻ്റെ ആധ്യാത്മികതയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പുതിയ നിയമത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതിപ്രകാരമാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് കേട്ടു. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിച്ച് ജീവിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കൃഷിഭൂമി നിനക്ക് അത്ഭുതകരമായി വിളവ് തരും. നിന്റെ കുടുംബത്തിലും ദേശത്തിലും സമാധാനമുണ്ടാകും. ശത്രുക്കൾ നിനക്കെതിരായി കരമുയർത്താൻ പ്രബലപ്പെടുകയില്ല. ഇങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങളുടെ വാഗ്ദാനങ്ങൾ നൽകപ്പെടുന്നു. എൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും ഒന്നിനു പിന്നാലെ ഒന്നായി വന്നു ചേരും എന്നാണ് പറയുക. നിയമാവർത്തന പുസ്തകത്തിൽ മോശ ഉടമ്പടി നവീകരിച്ച ശേഷം ഉടമ്പടി പാലിച്ചാൽ അനുഗ്രഹം, ലംഘിച്ചാൽ ദുരിതം എന്ന് പറയും. ഇതിൽ നിന്നാണ് ആധ്യാത്മികതയിലെ വളരെ പ്രബലമായൊരു സിദ്ധാന്തം രൂപപ്പെട്ടു. ദ തിയറി ഓഫ് റിട്രിബ്യൂഷൻ എന്ന് പറയും. അതായത് നന്മ ചെയ്താൽ അനുഗ്രഹം കിട്ടും, തിന്മ ചെയ്താൽ ദുരിതമുണ്ട്. ഇതാണ് ആ സിദ്ധാന്തത്തിന്റെ പൊരുള് എന്ന് പറയുക. നമ്മളെല്ലാവരും ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരും അതിനെ ആധ്യാത്മികതയുടെ അടിസ്ഥാന പ്രമാണമായി കരുതുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അതിന് നിന്നും വ്യത്യസ്തമായൊരു ആധ്യാത്മികതയുണ്ട്. നന്മ ചെയ്താൽ സഹനവും വേദനയും പ്രതിഫലമായി കിട്ടില്ലേ? അങ്ങനെ കിട്ടുന്നത് ദൈവത്തിന്റെ കൈവിടലോ ശാപമോ ദൈവം ഉപേക്ഷിച്ചതിന്റെ ദൃഷ്ടാന്തമോ അല്ല എന്ന് ചിന്തിക്കാനാവും. വിശുദ്ധ അൽഫോൻസാമ്മ ഉയർത്തുന്ന ആധ്യാത്മികതയുടെ വ്യതിരിക്തത പ്രിയപ്പെട്ടവരെ അതാണ്. നാം എല്ലാവരും കേട്ട് ശീലിച്ച നടന്നു പതിഞ്ഞ ആധ്യാത്മിക പാതയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആധ്യാത്മികത വിശുദ്ധ അൽഫോൻസാമ്മ നമ്മുടെ മുമ്പിൽ വയ്ക്കുക. ബൈബിളിൽ പഴയ നിയമത്തിൽ രണ്ട് പുസ്തകങ്ങളെ ഈ സിദ്ധാന്തത്തെ, നന്മ ചെയ്താൽ അനുഗ്രഹം, തിന്മ ചെയ്താൽ ശിക്ഷ എന്ന സിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ളൂ. അൽഫോൻസിയൻ ആധ്യാത്മികതയുടെ വേരുകൾ തേടിയാൽ അതിന് പഴയ നിയമത്തിൽ നിഴലുകളുണ്ടോ എന്ന് പരിശോധിച്ചാൽ ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്നു. നന്മ മാത്രം ചെയ്ത ജോബ്, അവന് കഷ്ടതയ്ക്ക് മേൽ കഷ്ടത കടന്നു വരുന്നു. നന്മ ചെയ്താൽ അനുഗ്രഹം കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവിടെ തിരുത്തി വായിക്കാൻ ആവശ്യപ്പെടുക. മറ്റൊരു പുസ്തകം സഭാപ്രഭാഷകനാണ്. നന്മ ചെയ്താലും തിരിച്ചടി കിട്ടും, തിന്മ ചെയ്താലും തിരിച്ചടി കിട്ടിയെന്നിരിക്കും എന്ന് പറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ അൽഫോൻസിയൻ ആധ്യാത്മികതയുടെ പാത സാവകാശം തുറന്നു തരികയാണ്. പക്ഷേ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ദുർഗ്രഹമായ ഈ ആധ്യാത്മികതയെ വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം കൊണ്ട് അത്ഭുതകരമായി സാക്ഷ്യപ്പെടുത്തി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അൽഫോൻസ എന്ന ആ പേരിൻ്റെ അർത്ഥം, അതിൻ്റെ പദോൽപത്തിയെ വ്യാഖ്യാനിച്ചാൽ അത് ഒരു ജർമ്മൻ പദത്തിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത് എന്നും ഈ പദത്തിന്റെ അർത്ഥം ധീരമായി പൊരുതാൻ സന്നദ്ധയായിരിക്കുന്ന വ്യക്തി എന്നാണ്. വാസ്തവത്തിൽ അൽഫോൻസാമ്മയ്ക്ക് ആ ജീവിതത്തിന് നൽകാൻ അതിനേക്കാളും ശ്രേഷ്ഠമായൊരു പേര് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവളുടെ മാമോദീസ പേര് അന്ന എന്നായിരുന്നു. അന്ന എന്ന വാക്കിന്റെ അർത്ഥവും കൃപ, ദൈവാനുഗ്രഹം, ദൈവ സാന്നിധ്യത്തിന്റെ പ്രകാശം എന്നൊക്കെയാണ്. അൽഫോൻസാമ്മയ്ക്ക് ദൈവം ജന്മന കൊടുത്ത ആ പേരും
അവളുടെ സഭാ വസ്ത്ര സ്വീകരണത്തിൽ ലഭിച്ച പേരും അവളുടെ സ്വഭാവത്തെ ശരിയാം വിധത്തിൽ പ്രചോദിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമുക്ക് തന്ന പേരുകൾ, മാമോദീസായിൽ തന്ന പേരുകൾ, അതൊക്കെയും നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയുടെ സൂചനകളാണ് എന്ന ധാരണ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ പേറുന്നത് നല്ലതാണ്. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയായാണ് വിശുദ്ധ അൽഫോൻസാമ്മ എല്ലാവരാലും ആദരിക്കപ്പെടുന്നത്. ഈ ഭാരതസഭ അതിൻ്റെ 1-ാം നൂറ്റാണ്ട് മുതലുള്ള പ്രയാണത്തിൽ പരിണിതപ്രജ്ഞരായ പണ്ഡിതോത്തമരായ എത്രയോ മഹാനുഭാവന്മാർക്ക് ജന്മം നൽകി. ഉത്തുംഗ ശൃംഗങ്ങളിൽ ശിരസുയർത്തി നിന്ന പ്രതിഭാധനരായ അനേകം മക്കൾ ഈ സഭയുടെ സന്താനങ്ങളായുണ്ടായിരുന്നു. വലിയ വചനപ്രഘോഷകര്, അതിസമർത്ഥരായ സംഘാടകര്, വലിയ സ്ഥാപനങ്ങളുടെ സ്ഥാപകർ, വലിയ സന്യാസ സമൂഹങ്ങൾക്ക് ജന്മം കൊടുത്തവർ, അങ്ങനെ ഈ സഭയിൽ തലയെടുപ്പുള്ള അനേകായിരങ്ങൾ നിരന്നു നിന്നപ്പോഴും ഭരണജ്ഞാനത്തെ ക്ലാരമഠത്തിന്റെ ചായ്പിന്റെ പരിമിതിയില് സ്വർഗത്തെ സ്വപ്നം കണ്ടു കിടന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയെ ചൂണ്ടിക്കാണിച്ച് സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഇവളാണ് ഈ ഭാരത മണ്ണിൽ സത്യവിശ്വാസവും സുവിശേഷവും അതിന്റെ സമ്പൂർണതയിൽ ജീവിച്ച ആദ്യത്തെ വ്യക്തിയെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഓർമ്മപ്പെടുത്തൽ തന്നെ അത്ഭുതാവഹമാണ്. ദൈവം എണ്ണുന്നത് നാം ചെയ്ത പ്രവർത്തികളുടെ വലിപ്പമല്ല. ദൈവം എണ്ണുന്നത് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളുടെ മഹിമയല്ല. ദൈവം പരിഗണിക്കുന്നത് എപ്പോഴും ദൈവഹിതത്തോട് ആരാണോ സമ്പൂർണമായും സമർപ്പിതമായിരിക്കുന്നത് എന്ന സത്യം മാത്രമാണ്. വാസ്തവത്തില് വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ പദവിക്കുള്ള ഏറ്റവും എളുപ്പ വഴി പഠിപ്പിച്ചു തരികയായിരുന്നു. സത്യമായും ഈ അമ്മയുടെ ജീവിതം നമുക്ക് തരുന്നത് വളരെ ആശ്വാസം തരുന്ന ഒരു സാഹചര്യമാണ്. അമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചുകൊണ്ട് 1986 ജോൺ പോൾ II മാർപ്പാപ്പ കോട്ടയത്ത് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിൽ 2 ആശയങ്ങൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെച്ചു. ഒന്ന്, പരിശുദ്ധ പിതാവ് പറഞ്ഞത് സിറോ മലബാർ സഭയുടെ പവിത്രമായ പൗരാണിക പാരമ്പര്യങ്ങൾക്ക് സ്വർഗം തന്ന അംഗീകാരമാണ്. ഈ ആധ്യാത്മികത സ്വർഗത്തിന് പ്രിയപ്പെട്ട ആധ്യാത്മികതയാണ് എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ അമ്മയെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടവളെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ എന്ന് പരിശുദ്ധ പിതാവ് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമ്മയുടെ വിശുദ്ധി കേവലം ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയോ സമൂഹത്തിന്റെയോ അല്ല, ഈ സഭയുടെ മുഴുവനും പുണ്യ ശ്രേഷ്ഠതയായി അത് വിലയിരുത്തപ്പെടണം എന്ന് പരിശുദ്ധ പിതാവ് ഭാഗ്യസ്മരണാർഹനും വിശുദ്ധനുമായ ജോൺ പോൾ II മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടൊപ്പം പരിശുദ്ധ പിതാവ് പറഞ്ഞു, ഈ അമ്മ ജീവിച്ച ലാളിത്യത്തിന്റെ വഴി അത് സ്വർഗം വരെയും എത്താൻ ശക്തമായ വഴിയാണ് എന്നുള്ള സത്യം. പ്രിയപ്പെട്ടവരെ, ഈ ആധ്യാത്മികതയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ആധ്യാത്മികതയുടെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുക. അൽഫോൻസാമ്മയുടെ ആധ്യാത്മികത, അൽഫോൻസിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക സരണി തന്നെ ഇന്ന് നമുക്ക് ധ്യാനാത്മകമായി ചിന്തിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എനിക്കൊരു വലിയ ആഗ്രഹവും സ്വപ്നവുമുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭ ഒരു നാള് അൽഫോൻസാമ്മയെ തിരുസഭയുടെ വേദപാരംഗതയായി പ്രഖ്യാപിക്കുമെന്ന്. കാരണം ലിസിവിലെ കൊച്ചു ത്രേസ്യ പുണ്യവതി പോലെ, ആവിലായിലെ അമ്മ ത്രേസ്യ പുണ്യവതിയെ പോലെ
ഈ പുണ്യവതി കാണിച്ചു തരുന്നത് സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള ഏറ്റവും സുനിശ്ചിതവും ഉറപ്പാർന്നതും സകലർക്കും അനുകരിക്കാവുന്നതുമായ ഒരു മാർഗമാണ്. സ്വർഗത്തിലേക്കുള്ള ഉറപ്പുള്ള വഴി കാണിച്ചു കൊടുക്കുന്നവരെയാണ് തിരുസഭ വേദപാരംഗതര് എന്ന് നാമകരണം ചെയ്യുന്നത് എങ്കിൽ സത്യമായും നമ്മുടെ അമ്മയായ അൽഫോൻസാമ്മ ഒരു നാൾ ഈ തിരുസഭയിൽ വേദപാരംഗതയായി വണങ്ങപ്പെടും എന്നുള്ള വലിയ വിശ്വാസവും പ്രത്യാശയും എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അൽഫോൻസാമ്മയുടെ ആധ്യാത്മികത എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി പറഞ്ഞാൽ സഹനങ്ങളൊന്നും സങ്കടങ്ങളല്ല, അത് ദൈവം തരുന്ന സമ്മാനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. സഹനങ്ങളൊന്നും സങ്കടപ്പെടാനും കരയാനും നിലവിളിക്കാനും നിരാശപ്പെടാനുമുള്ള വഴികളല്ല. എല്ലാ സഹനങ്ങളും ദൈവമായ കർത്താവ് തരുന്ന സ്വർഗത്തിന്റെ സമ്മാനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ അൽഫോൻസാമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെയും ജീവിതത്തിൽ സഹനങ്ങളാകുന്ന സമ്മാനങ്ങൾ ദൈവം തരുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കാനും അതിനെ ശപിക്കാനും അതിന് കാരണക്കാരായവരെ കുറ്റപ്പെടുത്താനും വ്യഗ്രതപ്പെട്ടുകൊണ്ട് സഹനങ്ങളിലൂടെ ദൈവമൊരുക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകുന്നില്ലേ എന്ന സത്യം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിൽ നാം ധ്യാന വിഷയമാക്കേണ്ടതുണ്ട്. സഹനത്തിന് വേണ്ടി നാം വേറെ എവിടെയും പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ല. നാം ജീവിക്കുന്ന ജീവിതാന്ത സേതുമായിക്കോട്ടെ, ജീവിതാവസ്ഥകൾ ഏതുമാകട്ടെ, അവയിലെല്ലാം ദൈവം സഹനത്തിന്റെ മുള്ളുകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ആ സഹനത്തിന്റെ മുള്ളുകളെ കാണുമ്പോൾ നിരാശപ്പെടാനും നിലവിളിക്കാനും കുറ്റപ്പെടുത്താനും പരാതിപ്പെടാനും നമ്മൾ വ്യഗ്രതപ്പെടുമ്പോൾ സഹനത്തിന്റെ സന്തോഷങ്ങളെ പലപ്പോഴും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് സത്യമാണ്. അൽഫോൻസാ പറയും, സഹനത്തിലൂടെ ഒരു വ്യക്തി ക്രൂശിതനായ കർത്താവിനോട് ഐക്യപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ നീണ്ട പട്ടിക വിശദീകരിച്ച ശേഷം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നു, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന്. സഹിക്കുന്ന ഏതൊരു മനുഷ്യനും ആത്മാർത്ഥതയോടെ പറയാവുന്ന സത്യമാണ്. ഭരണജ്ഞാനത്തെ ക്ലാരമഠത്തിൽ കഴിഞ്ഞ ഈ കൊച്ചു കന്യാസ്ത്രീ അമ്മ വിശുദ്ധ അപ്പസ്തോലനെ പോലെ വിളിച്ചു പറഞ്ഞു, ഇത്രമേൽ വേദനാജനകമായി ഞാൻ സഹിക്കുമ്പോൾ സത്യമായും സഹിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന കർത്താവാണ്. ക്രൂശിതൻ എന്റെ ശരീരത്തിലൂടെ ജീവിക്കുന്നു. കൊളോസ്യ ലേഖനത്തിന്റെ 1:24 നാം വായിക്കുന്നുണ്ട്, അവന്റെ സഹനത്തിന്റെ കുറവിനെ കർത്താവ് എന്റെ ശരീരത്തിൽ തന്നിരിക്കുന്നു, അത് ഞാൻ സംവഹിക്കുന്നു. മിശിഹായുടെ സഹനത്തിന്റെ കുറവിനെ സ്വന്തം ശരീരത്തിൽ സംവഹിച്ച വിശുദ്ധ അപ്പസ്തോലന്റെ ആധ്യാത്മികത, അതാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ആധ്യാത്മികത എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ അമ്മയെ സ്വർഗത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ ചത്വരത്തിൽ പരിശുദ്ധ പിതാവ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് മാർപ്പാപ്പ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. അതിൽ പരിശുദ്ധ പിതാവ് അൽഫോൻസാമ്മയെ കുറിച്ച് പറഞ്ഞത് എത്രയോ സുന്ദരമായിട്ടാണ്. അൽഫോൻസാമ്മയെ കുറിച്ച് പരിശുദ്ധ പിതാവ് പറഞ്ഞതാണ്, തന്റെ ദിവ്യമണവാളന്റെ വിവാഹ വിരുന്നിന് തന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അവിടുന്ന് അയച്ച വാഹനമായിട്ടാണ് തന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെ അൽഫോൻസാമ്മ പരിഗണിച്ചത്. ഷീ കൗണ്ടഡ് the sufferings as the literal vehicles for carrying her to her bridegroom. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ തിരിച്ചറിവാണ്.
നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളൊക്കെയും കർത്താവിങ്കലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന, അവിടുത്തെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിയാനുള്ള അവസരങ്ങളാണ് എന്നുള്ളത്. അൽഫോൻസാമയ്ക്ക് ഒരുപാട് സഹനങ്ങളുണ്ടായി എന്നുള്ളത് സത്യമാണ്. അൽഫോൻസാമ്മ രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിലേക്ക് സഞ്ചരിച്ചവളായിരുന്നു. ശരീരം മുഴുവനും പൊള്ളി അരയ്ക്ക് താഴെ ഒരു വ്രണമായി മാറിയ അനുഭവം അവൾക്കുണ്ടായിരുന്നു. പിന്നീട് അത് സുഖപ്പെട്ടപ്പോഴേക്കും മറ്റ് രോഗങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി കടന്നു വന്നു എന്ന് നമുക്കറിയാം. അവൾക്ക് മലമ്പനി ബാധിച്ചു. അതിനുശേഷം അവൾക്ക് അപസ്മാര രോഗം പിടിപെട്ടു. വിട്ടുമാറാത്ത അൾസറും അതുവഴിയുണ്ടാകുന്ന രക്തസ്രാവവും അവളെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇവളുടെ രോഗം കണ്ട് ഇവളെ ഇനി മഠത്തിൽ നിർത്താൻ കൊള്ളില്ല എന്ന് മഠത്തിന്റെ അധികാരികൾ തീരുമാനമെടുത്ത രാത്രിയിൽ അന്ന് അൽഫോൻസാമ്മയ്ക്ക് വിശുദ്ധ ചാവറ പിതാവിന്റെ ദർശനമുണ്ടായി എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സഹിക്കുന്ന മനുഷ്യരെ, സന്തോഷത്തോടെ സഹിക്കുന്നവരെ നിർണായക അവസരത്തിൽ ദൈവം കൈപിടിച്ച് തൻ്റെ വഴിയിലൂടെ നയിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യം. സഹനത്തെ നിരാശയുടെ അനുഭവങ്ങളായി മാത്രം വായിച്ചെടുക്കുമ്പോൾ സഹനത്തിലൂടെയുള്ള ദൈവഹിതം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്ന സത്യം. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാണ്. ലോകത്തിന്റെ പ്രകാശമാവുക വളരെ എളുപ്പമാണ്. എല്ലാവരുടെയും മുമ്പിൽ ഷൈനിങ് സ്റ്റാറായി നിൽക്കുക, വലിയ പ്രകടനങ്ങൾ നടത്തുക, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുക. ലൈം ലൈറ്റിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ശുശ്രൂഷ വാസ്തവത്തിൽ ലോകത്തിന്റെ പ്രകാശമാകുന്നതിന്റെ സൂചനയാണ്. പക്ഷേ ഈ ആധ്യാത്മികതയ്ക്ക് മറ്റൊരു മാനം കൂടിയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് അലിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് ഉപ്പിനെ കൊണ്ട് പ്രയോജനമുണ്ടാവുക. അങ്ങനെ ഒരു ഉപ്പുണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം ഉപ്പ് സർവ്വതിൻ്റെയും ഭാഗമായി അലിഞ്ഞില്ലാതാകും. അങ്ങനെ അലിഞ്ഞില്ലാതാകുന്നതിൻ്റെ ഒരു ആധ്യാത്മികത വിശുദ്ധ അൽഫോൻസാമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. ഭൂമിയുടെ ഉപ്പായി തീർന്നവളാണ് അവള്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിന്റെ സൗന്ദര്യമെന്നത് ഏറെ ശാന്തമായി, ആരാലും അറിയപ്പെടാത്ത, ആരുടെയും അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും ആവശ്യമില്ലാത്ത, എല്ലാവരും തെറ്റിദ്ധരിക്കാൻ ഇടവരുന്ന, എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു നിസാര സാന്നിധ്യമായി മഠത്തിന്റെ പരിമിതിയിൽ അവൾ കഴിയുമ്പോൾ അവൾക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. തൻ്റെ മനസ്സ് ദിവ്യനാഥന്റെ മനസ്സിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന മനസ്സാണ്. വിശുദ്ധരാകാൻ ഒരുപാട് സങ്കീർണതകളൊന്നും ആവശ്യമില്ല. വിശുദ്ധരാകാൻ ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് അൽഫോൻസാമ്മ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളോട് ചേർത്ത് നിർത്തിയാൽ മതി. ബാക്കിയെല്ലാം ദൈവമായ കർത്താവ് മുന്നോട്ട് നയിക്കും എന്ന പരമമായ സത്യം. പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമ്മയെ കുറിച്ച്, അൽഫോൻസാമ്മയുടെ നാമകരണം കഴിഞ്ഞ് അതിനെ ഓർത്ത് അഭിനന്ദിക്കാൻ കൂടിയ വലിയൊരു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം ആണ്. പ്രൊഫസർ ഡോക്ടർ APJ അബ്ദുൽ കലാം അൽഫോൻസാമ്മയുടെ ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ സംഗ്രഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ അൽഫോൻസാമ്മ എന്ന വ്യക്തി അഹങ്കാരത്തിന്റെ കൊടുമുടി കയറുന്ന ലോകത്തിന് ഒരു മാതൃകയാണ്. സ്വയം ഇല്ലാതായി തീരുമ്പോൾ നാം എല്ലാവർക്കും പ്രകാശം പരത്തുന്ന വ്യക്തിത്വങ്ങളാകുന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും സങ്കടപ്പെടുന്നതും അതുപോലെ പരാതിപ്പെടുന്നതും ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നതുമെല്ലാം നമുക്ക് ലഭിക്കാതെ പോയ അവസരങ്ങളെക്കുറിച്ച്
നമുക്ക് നഷ്ടമായ അവസരങ്ങളെക്കുറിച്ച്, കിട്ടാതെ പോയ അംഗീകാരങ്ങളെക്കുറിച്ച്, നമുക്ക് അനർഹമായി ലഭിച്ച അപമാനങ്ങളെക്കുറിച്ച്, കുറ്റപ്പെടുത്തലുകളെക്കുറിച്ച് നാം എല്ലാവരും ജീവിതം മുഴുവനും കണ്ണീരൊഴുക്കി പരാതിപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുമ്പോൾ ഈ അൽഫോൻസാമ നമുക്ക് വലിയൊരു ആശ്വാസം പകർന്നു തരികയാണ്. മകനെ, മകളെ, ഇതെല്ലാം നിന്റെ കർത്താവും രക്ഷകനുമായ ക്രൂശിതനായ ഈശോ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. അത് തിരിച്ചറിഞ്ഞാൽ ജീവിതം സ്വസ്ഥമായി, ശാന്തമായി, ഇനിമേൽ ഒരു രോഗവും നമ്മെ നിരാശപ്പെടുത്തരുത്. അൽഫോൻസാമ പറയാറുണ്ടായിരുന്നു, സഹിക്കാത്ത ദിവസം, ഒരു സഹനവും കിട്ടാത്ത ദിവസം നിത്യതയുടെ പുസ്തകത്തിൽ പാഴായിപ്പോയ ദിവസമാണ്. എല്ലാ സഹനങ്ങളും, എല്ലാ ദിവസവും സഹനങ്ങൾ ചോദിച്ചു വാങ്ങി ആ സഹനങ്ങളിൽ സന്തോഷിച്ചവൾ. കാരണം സഹനമുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. അൽഫോൻസാമ എപ്പോഴും പറയും, ക്രൂശിതൻ കൂടെയുണ്ട് എന്നുറപ്പായി എന്ന്. ആ ഒരു സത്യം നമ്മുടെ ജീവിതത്തിന് ആശ്വാസം പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സഹന വഴികളിൽ നമുക്ക് പ്രകാശം പരത്തുന്ന മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കോളയാട് ദേവാലയം അതിമനോഹരമായി നിർമ്മിച്ച ശേഷം നാം നടത്തുന്ന ആദ്യത്തെ തിരുനാളാണിത്. കോളയാട് ഇടവകക്കാരെയും അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ജോബി അച്ഛനെയും ഞാൻ ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച പലരും എന്നോട് വിളിച്ചു പറയുകയുണ്ടായി, പിതാവേ, ഇപ്പോൾ കോളയാട് പള്ളിയിൽ ചെന്നാൽ ശരിക്കും ഒരു സ്വർഗീയ അനുഭവം കിട്ടുന്നുണ്ട് എന്ന്. ഈ ദേവാലയം പുനർനിർമ്മിച്ച് ഇതിനെ സ്വർഗം പോലെ സുന്ദരമായി നമ്മൾ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തുന്നവർക്കെല്ലാം സ്വർഗീയ അനുഭവം ലഭിക്കുന്നുവെന്ന് ഒന്നിലധികം പേരെന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിലെന്തെങ്കിലുമൊക്കെ അവർക്ക് അനുഭവം കിട്ടിയത് കൊണ്ടായിരിക്കുമെന്ന്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാകും എന്നെനിക്കറിയാം. അതിന് നിമിത്തമായ ഈ ഇടവകയുടെ കൂട്ടായ്മയും സ്നേഹവും തിരുസഭയോടുള്ള അചഞ്ചലമായ വിശ്വസ്തതയും, ലോകത്തെ ആദ്യത്തെ അൽഫോൻസ ദേവാലയം എന്ന പേര് നമ്മുടെ ഇടവകയ്ക്ക് അവകാശപ്പെട്ടത് അഭിവന്യ വള്ളോപ്പള്ളി പിതാവിന് അൽഫോൻസാമയോടുള്ള വ്യക്തിപരമായ അടുപ്പവും ഭക്തിയും കൊണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ അമ്മ നമ്മുടെ ഈ കോളയാട് പള്ളി വഴി ഈ മലബാറിനെ മുഴുവനും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.